ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. മക്കയിൽ വന്നു. തൻഈം, ജഅറാന, ഹുദൈബിയ, ത്വായിഫ്, ജബലന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സിയാറത്തും അതുപോലെ ഉംറകളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ അധികം ആളുകളും കണ്ടിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള വാഹനവും കൂട്ടുകാരും വരുന്നത് വരെ ഇവിടെ മസ്ജിദ് ആയിഷ തനഈമിൻ്റെ പരിസരത്ത് നിൽക്കുകയാണ്. മസ്ജിദ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആ ബോർഡ് വലുതാക്ക്, നിഹായത്തു ഹദ്ദുൽ ഹറം, ഹറമിൻ്റെ എൻഡ് ഓഫ് ഹറം ബൗണ്ടറി എന്ന് പ്രത്യേകം ഇംഗ്ലീഷിലും അറബിയിലും രേഖപ്പെടുത്തിയത് കാണാം. പല ആളുകൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ്. തനഈമിലേക്ക് ഉംറയ്ക്ക് വേണ്ടി വന്നിട്ട് ഈ ഭാഗത്ത് ബസ് നിർത്തും. ഈ ബോർഡിൻ്റെ ഈ ഭാഗം ഹറമിൽപ്പെട്ടതാണ്. അങ്ങനെ ഇവിടെ ബസ് നിർത്തി പള്ളിയിൽ പോയി ഇഹ്റാമിൻ്റെ നിസ്കാരം കഴിച്ച് നിയ്യത്ത് വെക്കുന്നതിന് വേണ്ടി ബസ്സിൽ വരും. യഥാർത്ഥത്തിൽ അത് ഹില്ല് ആയിട്ടില്ല. മക്കയിൽ താമസിക്കുന്ന ഒരാൾ രണ്ടാമത് ഉംറ നിർവഹിക്കണമെങ്കിൽ ഹില്ലിൽ അഥവാ ഹറം എന്ന പരിധിയുടെ പുറത്ത് കിടക്കുക എന്നതാണ്. നിസ്കാരം പുറത്തുനിന്നായെങ്കിലും യഥാർത്ഥത്തിൽ നിയ്യത്ത് ഹറമിൽ വെച്ചായാൽ അതൊരിക്കലും ശരിയാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു മസാല ഓർമ്മപ്പെടുത്തിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ഇഹ്റാമിന് വേണ്ടി പറഞ്ഞു വിട്ട സ്ഥലമാണ് ഈ തനഈം എന്ന് പേരുള്ള ഈ മസ്ജിദ് ആയിഷ. അന്ന് പള്ളി നിലവിൽ വന്നിട്ടില്ല. ഈ ഹറമിൻ്റെ അതിർത്തി കടന്ന് പുറത്ത് കടന്ന് അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ്റെ കൂടെ മെഹ്റമായി വന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച് ഇഹ്റാം ചെയ്തു പോയി ഒരു ഉംറ നിർവഹിച്ചു എന്നതാണ് ഇവിടെയുള്ള ചരിത്രം. ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച ഒരു സ്ഥലം എന്ന നിലക്ക് ആ കാലത്ത് തന്നെ പ്രത്യേകമായി അതിനെ പരിഗണിക്കുകയും ആ സ്ഥലം അടയാളപ്പെടുത്തി വരികയും ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ സുജൂദ് ചെയ്ത സ്ഥലമല്ലേ എന്ന നിലയ്ക്ക് ഒരു പള്ളി നിർമ്മിച്ചു. അതിന് മസ്ജിദ് ആയിഷ എന്ന് പേരിടുകയും ചെയ്തു. നഈം എന്ന് പറയുന്ന രണ്ട് മലകൾ ഇവിടെ പരിസരത്തുള്ളത് കൊണ്ടാണ് തനഈം എന്ന് ഈ പ്രദേശത്തിന് പേര് വന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ പലർക്കും ലഭിച്ച സ്ഥലമാണ്.